Hi all, welcome to Tech Malayalam. പല ആളുകളും ആഗ്രഹിച്ചിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ ഫോണിലെ ചാർജ് തീർന്നു കഴിയുമ്പോൾ മറ്റു ഫോണിൽ നിന്ന് നമ്മൾ ഡാറ്റയൊക്കെ സെൻഡ് ചെയ്യുന്ന പോലെ ചാർജും സെൻഡ് ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിൽ എന്നാൽ അങ്ങനെ ഒരു ടെക്നോളജി ഇനി വരാൻ പോവുകയാണ്. അതായത് വൈഫൈയിലൂടെ നമുക്ക് നമ്മുടെ മൊബൈൽ ഫോണ് ലാപ്ടോപ്പ് ഒക്കെ ചാർജ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. ഈ ഒരു ടെക്നോളജി വരികയാണെങ്കിൽ ഫുൾ വയർലെസ് ആയിട്ട് നമുക്ക് ഇലക്ട്രോണിക് ഡിവൈസസ് ഒക്കെ യൂസ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഓൾറെഡി വയർലെസ് മൊബൈൽ ചാർജസ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിലൊരു വയർലെസ് ചാർജിങ് പാഡ് ഉണ്ടാവും. ആ പാഡിലേക്ക് നമ്മൾ പവർ കണക്ഷൻ കൊടുക്കണം. എന്നിട്ട് നമ്മൾ ഫോൺ പാഡിൻ്റെ മുകളിൽ വെച്ചാൽ ഫോണിലേക്ക് ചാർജ് കയറും. ഇങ്ങനെയാണ് ഇപ്പോഴുള്ള വയർലെസ് ചാർജിങ് ടെക്നോളജി. പക്ഷേ ഇനി വൈഫൈ വഴി ചാർജ് ചെയ്യുന്ന ഈ ഒരു ടെക്നോളജി വരികയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഒന്നും, അതായത് ഇപ്പം നമ്മുടെ ചാർജിങ് പാഡിൻ്റെയോ അല്ലെങ്കിൽ ചാർജറിൻ്റെയോ ഒന്നും ആവശ്യം വരുന്നില്ല. നമ്മൾ വൈഫൈ വഴി ഇൻ്റർനെറ്റ് യൂസ് ചെയ്യുന്നത് പോലെ തന്നെ നമുക്ക് വൈഫൈ വഴി ചാർജ് ചെയ്യാനും സാധിക്കും. സോ ഇങ്ങനെയൊരു ടെക്നോളജി വന്നു കഴിഞ്ഞാൽ വളരെ വലിയ മാറ്റമാണ് വരുന്നത്. കാരണം നമുക്ക് ഒരുപാട് വയേഴ്സും അതേപോലെ കണക്ടേഴ്സും അതിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല. നമുക്ക് വയർലെസ് ആയിട്ട് തന്നെ എല്ലാ ഡിവൈസും പ്രവർത്തിപ്പിക്കാൻ സാധിക്കും. US-ലുള്ള കുറച്ച് സയൻറ്റിസ്റ്റുകളാണ് ഈ ഒരു ടെക്നോളജി കണ്ടുപിടിച്ചത്. അതായത് വൈഫൈ സിഗ്നൽസിനെ DC കറണ്ടാക്കി മാറ്റുന്ന ഒരു ഡിവൈസ് അവർ കണ്ടുപിടിച്ചു. ആ ഡിവൈസിൻ്റെ പേരാണ് റെക്റ്റിന. ഇതെങ്ങനെയാണ് വർക്ക് ആവുന്നതെന്ന് വെച്ചാൽ വൈഫൈ സിഗ്നലിലൂടെ നമ്മൾ AC കറണ്ടിനെ കടത്തിവിടുന്നു. ഈ ഒരു വൈഫൈ സിഗ്നലിനെ ഈ ഒരു റെക്റ്റിന ഡിവൈസ് DC കറണ്ടാക്കി മാറ്റുന്നു. ഈ DC കറണ്ടിനെ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ ഇലക്ട്രോണിക് ഡിവൈസൊക്കെ പ്രവർത്തിപ്പിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു. സോ ഈ ഒരു ടെക്നോളജി അധികം വൈകാതെ തന്നെ നമ്മളുടെ എല്ലാ ഡിവൈസിലും എത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു ട്രൂ വയർലെസ് എക്സ്പീരിയൻസ് തന്നെയായിരിക്കും ഇതിൽ നിന്ന് കിട്ടുക. സോ ഈ ഒരു ടെക് ന്യൂസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്ക് നെക്സ്റ്റ് ടൈം മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ദിസ് ഈസ് മീ ഷോണ. ബൈ.